എല്ലാവർക്കും നമസ്കാരം. തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകനോ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ്. ഇതേപോലെ ജിസും അരുണും കൂടെ എന്നെ തലവനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങനെ കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഒരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു അതിൽ. ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആ കഥാപാത്രം. ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത. അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവും തോന്നുന്നില്ല. പകരം മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം. അതങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത്. അപ്പോൾ എന്നെ പെടക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം തന്നു. അപ്പോൾ ഞാൻ ജിസിനോട് പറഞ്ഞ കുഴപ്പമില്ല, ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത്. സിനിമ കാണുന്നവർക്ക് രസമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് ഇന്ന് വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കണം എല്ലാവരുടെയും മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചതാണ്. അത് അവതരിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിലും ആ കാര്യം പറയുമ്പം ഞാനല്ല ഇതിൻ്റെ പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവണം തോന്നി. ബി ചേട്ടൻ, ആസിഫ്, ജിസ് ജോയ്, പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. ബിജേട്ടൻ ആസിഫിലും കഥ പറയാൻ 2-ൽ എന്നെ ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം വേറെന്തെങ്കിലും ജിസ്? അതായത് വേറൊന്നുമല്ല, ദിലീഷ് നിർത്തിയെടുത്തെന്ന് ദിലീഷ് തന്നെ തുടങ്ങി തരണം എന്നുള്ള കുറേ നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ തലവന് നിങ്ങൾക്കറിയാം ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പോൾ സീസണും ഒക്കെ തെറ്റിച്ച് വന്നൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് നിങ്ങൾ അകമഴിഞ്ഞ് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിൻ്റെ ഡബിളായിട്ടുണ്ടാക്കണം. ബിക്കോസ് ഇത് ഡബിളാണ്, തലവൻ 2 ആണ്, ഇല്ലേ? എല്ലാം ഡബിൾ ആവട്ടെ. സാലറിയും പെട്ടെന്ന് അങ്ങനെ പോലെ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും. അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആസിഫിനെല്ലാം പറയാനുണ്ടോ? നന്ദി, സന്തോഷം, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു വിജയം. ഒരു സിനിമയുടെ 65ാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പം സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല. 50ഉം 30ഉം ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട്. 65 വരെ ഓടിയെത്തി. അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട്. സത്യസന്ധമായ 65 ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർക്കഥയാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തലവൻ 2 ഉടനെ സംഭവിക്കട്ടെ. നല്ല വിഷന ചാക്കോച്ചനിങ്ങനെ എന്റെയും ടീച്ചറിന്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ അവിടെ തട്ടിക്കൊണ്ടു വന്ന എന്റെ മികച്ച താരജോഡിയാണിത്. അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ജിസു പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത്. ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കേണ്ടെന്ന് അറിയാം. അപ്പൊ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ
ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. ജിസിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയണം. ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്ററായിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഈ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചിരിച്ച മുഖത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ്. ഇത് പേഴ്സണലി ഒരു കാര്യം പറയാണ്. ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ തലവൻ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിൻ്റെ സീക്വൽ എന്ന് പറയും. അപ്പോൾ അതൊരു പടി മുകളിലാവാൻ ജിസിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണം. താങ്ക് യു. താങ്ക് യു. തലവൻ 2ന്റെ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം അല്ലേ? ആദ്യം നമ്മൾ